ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ സഹായമൊരുക്കാൻ മധ്യമേഖലാ ജയിൽ ഡിഐജി ചട്ടലംഘനം നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ബോബിയുടെ 2 സുഹൃത്തുക്കളാണ് ഡിഐജി അജയ് കുമാറിനൊപ്പം എത്തിയത്. ഡിഐജിയുടെ ബന്ധുക്കളടക്കം ജയിലിനുള്ളിലേക്ക് കയറിയിട്ടും ആരുടെയും പേര് സന്ദർശക രജിസ്റ്ററിലില്ലെന്നും എഡിജിപിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി തൊട്ടടുത്ത ദിവസമാണ് മധ്യമേഖലാ ജയിൽ ഡിഐജി അജയ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ കണ്ടത്. ജയിലിലെ ഒരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഡിഐജി ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണവും പിന്നാലെ ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം. ഡിഐജി ചട്ടലംഘനം നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തൽ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ ബന്ധുക്കൾക്കൊപ്പമാണ് ഡിഐജി സ്വകാര്യ വാഹനത്തിൽ ജയിലിലേക്ക് പോയത്. ബന്ധുക്കൾ ജയിലിനുള്ളിലേക്ക് കയറിയതിന് പിന്നാലെ ബോബിയുടെ 2 സുഹൃത്തുക്കളും അവിടേക്കെത്തി. ഇതിലൊരാൾ തൃശൂരിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ്. എന്നാൽ 2 പേരും വിഐപികളല്ല. ബോബിയെ കാണാനെത്തിയ ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിലില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി SP മുഖേന ഇന്റലിജൻസ് എഡിജിപിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് ഡിഐജി ബോബിയെ കണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ ബോബിക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രത്യേകിച്ച് ഒരു കണ്ടെത്തൽ നടത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലില്ല. ഡിഐജിക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ജയിൽ ആസ്ഥാനത്തെ ഡിഐജി വിനോദ് കുമാർ ഇന്നലെ കാക്കനാട് ജയിലിലെത്തി പരിശോധന നടത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. മീഡിയ 1 കൊച്ചി.